സഹ്യപർവ്വതത്തിന്റെ മലമടക്കുകൾ താണ്ടി കേരളത്തിലേക്ക് എത്തുന്ന കുറുവാ സംഘം, മലയാളികളുടെ രാത്രികളെ ഭീതിപ്പെടുത്തുന്ന കൊള്ളസംഘം. ആ കൊള്ളസംഘത്തിന്റെ തട്ടകത്തിലേക്കാണ് നമ്മൾ പോകുന്നത്, അങ്ങ് തമിഴ്നാട്ടിൽ തിരുട്ട് ഗ്രാമങ്ങളിലേക്ക്. എന്നോടൊപ്പം TS ഹരികൃഷ്ണ കൂടിയുണ്ട്. ഹരി, ഈ തിരുട്ട് ഗ്രാമത്തിലേക്ക് പോകാൻ പേടിയുണ്ടോ? പിന്നെ പേടിയില്ലായിരിക്കും ആനന്ദേട്ടാ, പക്ഷെ നമുക്ക് പോകണം. എന്താണ് അവരുടെ പരിപാടി നമുക്കൊന്ന് അറിയണ്ടേ? തിരുട്ട് ഗ്രാമം എന്നൊക്കെ കേൾക്കുമ്പോൾ വലിയ ഭയമാണ്. അപ്പോൾ ഈ തിരുട്ട് ഗ്രാമത്തിൽ കുറുവാ സംഘങ്ങളുടെ ജീവിതം എങ്ങനെയാണ്, അവരെന്തുകൊണ്ടാണ് ഈ കുലത്തൊഴിലായിട്ട് മോഷണം നടത്തുന്നതെന്നൊക്കെ അറിയണ്ടേ? അറിയണം, ഉറപ്പായിട്ടും. നമുക്ക് തമിഴ്നാട്ടിലേക്ക് പോകാം. ഇതാണ് തിരുച്ചിറപ്പള്ളി റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ നിന്ന് നമ്മൾ പോകാൻ പോകുന്ന റാംജി നഗറിലേക്ക് കുറച്ച് ദൂരമേ ഉള്ളൂ. ആനന്ദേട്ടാ, ഈ റെയിൽവേ സ്റ്റേഷനും ഇവർ താമസിക്കുന്ന ഇടമൊക്കെ തമ്മിലേ വളരെ കുറച്ച് ദൂരമല്ലേ ഉള്ളൂ. ഇവര് എന്തെങ്കിലുമൊക്കെ പ്രശ്നം വന്നാൽ ട്രെയിനിൽ കയറി പോകാൻ പറ്റുമല്ലേ? ഇവര് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലേക്കും വടക്കേന്ത്യ അടക്കം ഉള്ള സ്ഥലങ്ങളിലേക്കാണ് ഇവർ പോകുന്നത്. അതെ അതെ. അപ്പോൾ അവർക്ക് പെട്ടെന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്താവുന്ന ദൂരത്ത് തന്നെയാണ് ഇവരുടെ ഈ ഗ്രാമം ഉള്ളത്. ഇതിപ്പോ നമ്മൾ അവിടെ എത്തുമ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ? നമുക്ക് അവിടെ കയറാൻ പറ്റുമോ? அங்கே ராம்ஜி நகர் அப்படின்னாவே பயங்கரமான ஏரியா, அதுக்குள்ளே யாரும் போக முடியாது. தெரியாதவங்க யாராச்சும் உள்ளே போயிட்டாங்கன்னா அவ்வளோதான், அவங்கள உட்கார வச்சுருவாங்க. விடுவாங்க, பட் இருந்தாலும் சில விஷயங்கள் நோட் பண்ணுவாங்க, நம்மளை என்ன பேசுகிறாங்க, எதுக்கு பேசுகிறாங்க, ஏன் வந்திருக்காங்க அப்படின்னு. கட்டாயம் நம்ம நிருபர்னு போக முடியாது. அங்கே முக்கால்வாசி அந்த போலீஸ் போரே பயப்படுவாங்க, அந்த இடத்துக்கு போலீஸ் பயப்படுவாங்க. നമ്മളിപ്പോൾ കൊണ്ടുപോകാന്ന് പറഞ്ഞ ആള് അവിടെ ഉണ്ടല്ലോ, അപ്പോൾ അവര് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? அதோட குழப்பம்லாம் கிடையாது ஒன்றுங்க. சொல்ல டீம் வந்துருக்கு ஏதோ തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ തിരുട്ട് ഗ്രാമമായ രാംജി നഗറിൻ്റെ സമീപത്താണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ അവിടെ ആ ഗ്രാമത്തിനുള്ളിൽ കയറാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. അവിടെ നമ്മളിവിടെ കൊണ്ടുവന്ന ആൾ അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ആളുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരുടെ വിശ്വാസം കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ആ തിരുട്ട് ഗ്രാമത്തിൽ കയറാൻ പറ്റും. അപ്പോൾ അത് സംസാരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കവിടെ കയറാൻ പറ്റും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഹരികൃഷ്ണൻ ഇപ്പോൾ അവരുമായിട്ട് സംസാരിക്കുന്നുണ്ട്. റാംജി നഗറിൽ വരുമ്പം ആർക്കും അങ്ങനെ സാധാരണ പോലെ കയറി പോകാൻ പറ്റില്ല. ഇപ്പോൾ തന്നെ നിങ്ങൾ സർവൈലൻസിലാണ്, ഒരുപാട് പേര് നിരീക്ഷിക്കുന്നത്. അതെ അതെ, നമുക്ക് ഇത്രയും ഒരു പരിചയമുള്ള ആൾക്കാർ വഴി ഇവരുമായിട്ടൊരു ബന്ധം സ്ഥാപിച്ചിട്ടും പലരും വന്ന് ഇവിടെ വന്ന് ഇവരോടൊക്കെ ചോദിക്കുന്നുണ്ട്, ഇത് കേരളത്തിൽ നിന്ന് വല്ല റെയ്ഡാണോ, പോലീസാണോ, നമ്മുടെ രജിസ്ട്രേഷൻ KL11 ആണ്, എന്താ കേരള റെയ്ഡാ, പോലീസാ? ഇപ്പോൾ സാധാരണ കേരള പോലീസൊക്കെ ഇവിടെ വരുന്ന മഫ്റ്റിയിലൊക്കെയാണ്, നമ്മളിപ്പോൾ വരുന്ന പോലെയൊക്കെയാണ് അവർ വരുന്നത്. അതുകൊണ്ടാണ് അവർക്ക് ഇത്ര പേടി. கேரளா போலீஸ் அது நம்ம கடைக்கிட்ட நிற்கிது அப்படின்ட்டு ரிட்டன் திரும்பி போனேன். கேரளாவிலேருந்து ஆளு வர்றதா கலியமூர்த்தி சொன்னாப்லையே, ஒருவேளை அதுவாக இருக்கும். அதை பார்த்தா கேரளா போலீஸ் இங்கே வரும், திருவனந்தபுரத்துலேருந்து வரும், பாலக்காட்டிலேருந்து வரும், அப்புறமேட்டா நம்ம எல்லா ஊர்லேயும் வரும். இந்த பையன்லாம் படித்த பையனுங்க, இதுக்கு முன்னாடி வல்லடை போய்கிட்டு இருந்த பையன் தான். അത് ഇത് 25 വർഷം ഈ തിരുട്ട് ജോലി ചെയ്ത ആളാണ്. തിരുട്ട് ഗ്രാമത്തിലെ മുത്തുമാരിയമ്മൻ കോവിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഹരിവാ. മോഷണമായാലും അവർ ഏത് ജോലിക്ക് പോയാലും അമ്പലത്തിൽ പോയി അനുവാദം വാങ്ങിയതിന് ശേഷം മാത്രമേ അവർ പോകാറുള്ളൂ. ഹരി, അവിടെ നിന്ന് ഇങ്ങനെ പുറത്തിറങ്ങിയപ്പോഴാണ് ശ്വാസം നേരെ വീണതല്ലേ? ഏതായാലും കേരളത്തിൽ നിന്ന് ആദ്യമായിട്ടാകും മാധ്യമപ്രവർത്തകരുടെ ഒരു സംഘം തിരുച്ചിറപ്പള്ളിയിലെ ഈ രാംജി നഗർ എന്ന് പറയുന്ന തിരുട്ട് ഗ്രാമത്തിൽ പ്രവേശിച്ചിട്ടുണ്ടാവുക. ആനന്ദേട്ടാ, ഒരു കാലത്ത്
പല നാടുകളെയും വിറപ്പിച്ച തസ്കരന്മാരുമായിട്ടാണ് നമ്മൾ ഇത്രയും നേരം സംസാരിച്ചത്. അതെ, അതിൽ ഏതാണ്ട് 90% പേരും ഈ മോഷണമൊക്കെ നിർത്തി എന്നാണ് അവർ പറയുന്നത്. എങ്കിലും ഇപ്പോഴും കുറേ അധികം പേരെങ്കിലും കേരളമടക്കമുള്ള മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോയി മോഷണം നടത്തി തിരിച്ചു വരുന്ന പാരമ്പര്യം തുടരുന്നുണ്ട്. നെല്ലൈ മുരുകനും ബിജുവിനും ഹരികൃഷ്ണയ്ക്കുമൊപ്പം ആർ അനന്തകൃഷ്ണൻ, മാതൃഭൂമി ന്യൂസ്.